നമസ്കാരം. ഇന്ന് ഈ പച്ചപ്പട്ടാണി മട്ടർ വെച്ചിട്ട് ദോശക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന നല്ല ഒരു സ്വാദുള്ള കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നത് പോലെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് നമുക്ക് ഇത് വേവിക്കാൻ വെക്കണം. വേഗം വെന്ത് കിട്ടും. ഇത് എന്താ വെച്ചാൽ ഇത് പൊതിർന്നിട്ട് കിട്ടുന്നതാണല്ലോ. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക് ആവശ്യത്തിന്, എരിവിൻ്റെ ആവശ്യത്തിന് വേണ്ട പച്ചമുളക് എടുക്കാം. എരിവ് വേറെ അരവിലൊന്നും ഇടുന്നില്ല. ഇതിന് അരവ് വേണം, പക്ഷെ നമുക്ക് ഈ വേവിക്കുന്നതിൻ്റെ കൂടെയാണ് പച്ചമുളക് ഇടേണ്ടത്. ഇനി ഉള്ളി ഒന്ന് മതിയാവും. ചെറിയൊരു ഉള്ളി എടുക്കുക, പിന്നെ ചെറിയൊരു തക്കാളി. അത് ഈ പച്ചപ്പട്ടാണീൻ്റെ ആ ഒരു പച്ച സ്വാദ് കുറച്ച് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളി തക്കാളി ഇട്ടാൽ നല്ലതായിരിക്കും. പിന്നെ വെളുത്തുള്ളി വേണം, അത് നമുക്ക് തേങ്ങേൻ്റെ കൂടെ അരക്കാനുള്ളതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് മുറിച്ചെടുത്ത് ഒന്ന് വേവിക്കാൻ വെക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിക്കാം. അപ്പോൾ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളി, തക്കാളി, പച്ചമുളക്, ആവശ്യത്തിന് മുളക് ഇതിൽ തന്നെ ഇടാം. ഇത് വെച്ചാൽ അരവിൽ ഇനി എരിവിടൂല. അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഇനി വെള്ളം ഒഴിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാം. ഒറ്റ വിസിലുകൊണ്ട് തന്നെ നന്നായി വെന്ത് കിട്ടും. നന്നായി കുതിർന്നതാണല്ലോ. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി അരക്കാം. ആ കറിക്ക് വേണ്ട അരവ് തേങ്ങ എടുക്കുക കുറച്ച്. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് എത്രയാണോ എടുക്കുന്നത് അതിന് കണക്കായിട്ട് നമുക്ക് തേങ്ങ എടുക്കാം. ഒരുപാട് തേങ്ങ വേണ്ട, നമ്മൾ സാധാരണ കറിക്ക് അരക്കില്ലേ അതേ രീതിയിൽ തേങ്ങ എടുക്കാം. ഇനി ഈ തേങ്ങ അരച്ചെടുക്കാം. ഈ തേങ്ങ അരഞ്ഞിട്ടുണ്ട്. അരഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ അല്ലിയാണെങ്കിൽ ഒരു 2-3 എണ്ണം ഇടാം വെളുത്തുള്ളി. അത് നന്നായിട്ട് അരഞ്ഞ് മിക്സായി വരുമൊന്നും വേണ്ട. നമുക്കതൊന്ന് പിന്നെ ഇതിൻ്റെ കൂടെ ക്രഷ് ചെയ്തിട്ടൊന്ന് എടുക്കാം. അപ്പോൾ ഇതാ ഗ്രീൻ പീസ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഇതൊന്നിങ്ങനെ ഉടച്ചു കൊടുത്തിട്ട് നമുക്ക് അരവ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അരവ് ചേർത്ത് നമുക്ക് വേണ്ടുന്ന ഉപ്പൊക്കെ നോക്കി. ഇനി ഇതിൽ വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക്, അതിൻ്റെ ഒരു പച്ച സ്വാദ് ഇഷ്ടമുള്ളവർക്ക് 2-3 കുഞ്ഞ് വെളുത്തുള്ളി ഇതിൽ ഒന്ന് ചതച്ചിട്ട് ഇടാം. തിളക്കുന്ന സമയത്ത് ഇടാൻ പാടുള്ളൂ. അപ്പോൾ ആ വെളുത്തുള്ളീൻ്റെ സ്വാദ് നന്നായിട്ടുണ്ടാവും. ഇനി നമുക്കിത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ചു. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. കറിവേപ്പില അതിൽ നിന്ന് പച്ച സ്വാദ് വന്നോളും, നല്ല ടേസ്റ്റ് വന്നോളും. അത് വേവാതിരിക്കാനാണ് ഞാൻ ലാസ്റ്റ് ഇടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് സാധാരണ പോലെ കടുകും മുളകും കറിവേപ്പിലയും കൂടിയും വറുത്തിടാം. അപ്പോൾ ഇതാ കടുകും മുളകും കറിവേപ്പിലയും നന്നായി വറുത്തിട്ടിട്ടുണ്ട്. നമുക്കിതിന് എത്ര വെള്ളം വേണോ അത്ര വെള്ളത്തിലാക്കാം. കുറച്ച് കട്ടിയിലാവുമ്പോഴാണ് ഇത് നല്ല സ്വാദം ഉണ്ടാവുക. അപ്പം ഞാനിങ്ങനെയാണ് കറി ഉണ്ടാക്കാറ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.